ചിലി സ്വേച്ഛാധിപതിയായിരുന്ന അഗസ്റ്റോ പിനോഷോയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരാൾ വേണമോ, കമ്മ്യൂണിസ്റ്റ് നേതാവ് വേണമോ എന്നതായിരുന്നു ഇത്തവണ ചിലിയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പ്രധാന ചോദ്യം. ചിലിയൻ ജനത എന്തുകൊണ്ടോ പിനോഷയുടെ ആരാധകനായ തീവ്ര വലതുപക്ഷക്കാരനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിയുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജെറഡ് ജാരയേക്കാൾ 14% വോട്ടുകൾ നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ജോസ് ആന്റോണിയോ കാസ്റ്റ് വിജയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് കൂടിയാണ് കാസ്റ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. മൂന്നാം ഊഴത്തിലാണ് കാസ്റ്റിന്റെ ജയം. നേരത്തെ 2017ലും 2021ലും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കാസ്റ്റിന്റെ പിതാവ് ബവേറിയയിൽ നാസി പാർട്ടി അംഗമായിരുന്നു. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ് അവർ ചിലിയിലേക്ക് കുടിയേറിയത്. കൂടാതെ കാസ്റ്റിന്റെ മൂത്ത സഹോദരൻ മിഗുവേൽ 80കളിലെ പിനോഷെ ഭരണകൂടത്തിൽ അംഗവുമായിരുന്നു. ചിലിയിലെ ആയിരങ്ങളുടെ കൊലപാതകത്തിന് കാരണക്കാരനായ പിനോഷെ എന്ന ഏകാധിപതിയുടെ ആരാധകനാണ് നിയുക്ത പ്രസിഡന്റ് കാസ്റ്റും. ഒപ്പം അങ്ങേയറ്റം യാഥാസ്ഥിതിക നിലപാടുകളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയും. ഉറച്ച കത്തോലിക്ക വിശ്വാസിയായ കാസ്റ്റ് ഗർഭചിത്രത്തെയും സ്വവർഗ വിവാഹത്തെയും എതിർക്കുന്നയാളാണ്. രാജ്യത്ത് നിലവിലുള്ള പരിമിതമായ ഗർഭചിത്ര അവകാശങ്ങൾ റദ്ദാക്കുമെന്നും അദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് വലതുപക്ഷ നേതാക്കൾ അധികാരത്തിലേറിയിട്ടുണ്ടെങ്കിലും പിനോഷയെ പിന്തുണയ്ക്കുന്ന ഒരാൾ ചിലിയിൽ അധികാരത്തിലേറുന്നത് ഇത് ആദ്യമാണ്. പിനോഷയുടെ ഭരണകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരെ വെറുതെ വിടാനാണ് നിലവിൽ കാസ്റ്റിന്റെ നീക്കം. അതിനു പുറമെ എൽ സാവഡോർ മാതൃകയിൽ കുറ്റകൃത്യം കുറയ്ക്കാൻ സമ്പൂർണ്ണ അടിച്ചമർത്തൽ നയങ്ങൾ നടപ്പിലാക്കാനും കാസ്റ്റ് പദ്ധതിയിടുന്നുണ്ട്. പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഉരുക്കുമുഷ്ടി കൊണ്ട് ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതാണ് എൽ സാവഡോറിലെ രീതി. അതാണ് ചിലിയും മാതൃകയാക്കേണ്ടത് എന്നാണ് കാസ്റ്റിന്റെയും നിലപാട്.